ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്നിരുന്ന നമ്മൾ ഇതുവരെ ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു വെബിനാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനിടയിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കമൻ്റ് ആയിരുന്നു എക്സൈസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ എന്ന് വരും അല്ലേ, അല്ലെങ്കിൽ എക്സൈസ് ഡ്രൈവർ വിളിക്കാനായോ. സോ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു എന്താണ്, എക്സൈസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. ഓൾറെഡി PSC യോഗത്തിൽ തീരുമാനമായി. അപ്പോൾ ഈ ഒക്ടോബർ 15-15 തീയതി വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻ്റെ ഇതിൽ നമ്മുടെ വിവിധ ജില്ലയിലേക്കുള്ള എക്സൈസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ വീണ്ടും നമുക്കൊരു യൂണിഫോം പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, വീണ്ടും നമുക്കൊരു ഡ്രൈവർ എക്സാം എന്ന് പറയാം അല്ലേ. വീണ്ടും നമ്മളൊരു ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഡ്രൈവർ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും മറന്നു പോയിട്ടില്ല, നമ്മൾ ഏകദേശം പഠിച്ച് ഏകദേശം സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് നമുക്ക് പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരം, അതേപോലെ തന്നെ നല്ല മാർക്കോട് കൂടിയിട്ട് അടുത്തൊരു യൂണിഫോം പോസ്റ്റിലോട്ട് നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നു. നോട്ടിഫിക്കേഷന് ഉടനെ പ്രതീക്ഷിക്കാം, ഉടനെ വരുന്നുണ്ട്. 15 ദിവസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരും. സോ ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഇനി വരാൻ പോകുന്ന എക്സൈസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള വീഡിയോ അല്ല, വരുന്നതിന് മുന്നുള്ള വീഡിയോ ആണ്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് 15 ദിവസം മുന്നേ ചെയ്യുന്ന വീഡിയോ ആണ്. സോ നമ്മൾ പറയുന്നതൊക്കെ എക്സ്പെക്റ്റഡ് കാര്യങ്ങളാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രീവിയസ് ആയിട്ട് നടന്ന നോട്ടിഫിക്കേഷനിലും ഇനി നമ്മൾ ഇതിന് മുന്നുള്ള ഡ്രൈവർ എക്സാമുകളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെയോ ആ നോട്ടിഫിക്കേഷൻ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നോട്ടിഫിക്കേഷന് ഈ ഒക്ടോബർ 15 അല്ലേ, ഒക്ടോബർ 15 ആകുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും. അടുത്ത് വരുന്ന PSCയുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇനി അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ സെറ്റിൽ എക്സൈസ് ഡ്രൈവറും കൂടി ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഡ്രൈവർ എന്നായിരിക്കും പോസ്റ്റിന്റെ പേരുണ്ടായിരിക്കുക, എന്നിട്ട് അതിൽ ഡിപ്പാർട്ട്മെന്റ് ഇതിലെടുത്ത് എക്സൈസ് ആയിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ എക്സൈസ് ഡ്രൈവർ എന്നുള്ള പേര് തന്നെ ആയിരിക്കും വരിക. രണ്ട് രീതിയിലും വരാം, അത് PSC ഇടുന്ന ഇതിനനുസരിച്ച് മാറും. ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. നമ്മളിപ്പോൾ പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറും അതേപോലെ തന്നെ മറ്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെ, പ്രിസൺ ഓഫീസർ കം വാർഡർ എന്നുള്ള ഡ്രൈവറൊക്കെ എഴുതിയതൊക്കെ സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ലയിലായിരിക്കും ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ജില്ല, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ജില്ല മാത്രം നോക്കി അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാതെ കട്ട് ഓഫ് കുറയുന്ന കൂടുതൽ കോമ്പറ്റീഷൻ ആളുകൾ ഇല്ലാത്ത ജില്ല നോക്കിയാണ്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നിങ്ങളുടെ ലോജിക്കാണ്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ആ ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നുള്ളതും കൂടി നമ്മൾ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. സോ ഡിസ്ട്രിക്ട് വൈസ് ആണ് നോട്ടിഫിക്കേഷൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒറ്റ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പറിലായിരിക്കും ഈ എല്ലാ ഡിസ്ട്രിക്റ്റും ഉണ്ടാകുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഇതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. നോർമലി പാർട്ട് 1ഉം പാർട്ട് 2ഉം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പാർട്ട് 1 എന്ന് പറയുന്നത് ജനറൽ ആളുകൾക്ക് വേണ്ടിയിട്ട്, പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മളെ നിലവിലുള്ള ആൾക്കാർക്ക് ബൈ ട്രാൻസ്ഫർ ആയിട്ടുമായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. പാർട്ട് 1ഉം പാർട്ട് 2ഉം അങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വരിക. ചില സമയങ്ങളിൽ പാർട്ട് 1 ജനറൽ ആയിരിക്കാം, പാർട്ട് 2 ബൈ ട്രാൻസ്ഫർ ആയിരിക്കാം, ഇല്ലെങ്കിൽ നേരെ തിരിച്ചും ആയിരിക്കാം, ബൈ ട്രാൻസ്ഫർ ആയിട്ടും എങ്ങനെ വരും. നോർമലി കൊടുക്കാറുള്ളത് പാർട്ട് 2വിനാണ് ബൈ ട്രാൻസ്ഫർ കൊടുക്കാറുള്ളത്. അതിലൊരു കാര്യം മനസ്സിലാക്കണം, ആദ്യം ചിലപ്പോൾ നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ബൈ ട്രാൻസ്ഫർ പോസ്റ്റ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. ബൈ ട്രാൻസ്ഫറിൽ അധികം ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രാൻസ്ഫർ മുഖേന കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ മറ്റ് പുറത്തു നിന്ന് ആളെടുക്കും. അങ്ങനെയും നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. സോ ആ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുക നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും. ഞാൻ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഉണ്ടായിരിക്കും. പാർട്ട് 1 പാർട്ട് 2 വിളിക്കും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാവും. ഇനി ഒരെണ്ണാണ് ബൈ ട്രാൻസ്ഫർ വരുന്നതെങ്കിൽ അയാളെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ആളുകൾ ജനറൽ ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3:1 എന്നുള്ളൊരു റൂള് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 50-50 റൂള് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് റൂളാണോ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത് പറയാനുള്ളത് എന്ന് പറയുന്നത് അതിന്റെ ഏജ് ലിമിറ്റ് ആണ്. എക്സ്പെക്റ്റഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 to 39 ആണ് നമ്മളൊരു എക്സ്പെക്റ്റഡ് ഏജ് ലിമിറ്റ് എന്ന് പറയും. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്കിലും ഏകദേശം 21 മുതൽ 39 വരെ ആയിരിക്കും. ബൈ ട്രാൻസ്ഫർ ആണെങ്കിൽ ഏജ് ലിമിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൽ നമുക്ക് നോർമലി കിട്ടുന്ന OBC SC/ST വിഭാഗക്കാർക്ക് കിട്ടുന്ന 3 വർഷത്തെ റിലാക്സേഷൻ, OBCക്കും SC/ST കിട്ടുന്ന 5 വർഷത്തെ റിലാക്സേഷൻ, അതൊക്കെ ഇതിലും ഉൾപ്പെടും. അപ്പോൾ എന്തായാലും ഏജ് അറൗണ്ട് 21 to 39 ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക,
ഒന്ന് ഓർത്തിരിക്കുക. ഈ 21-ലും ഒരു ലിമിറ്റ് നമുക്ക് പറയാം. 21-ൽ ആളുകൾ ഉണ്ടായില്ല, 22, 23 ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഓൾമോസ്റ്റ് എന്തുണ്ടായിരിക്കുക ഈ എക്സാം എഴുതുന്നുണ്ടായിരിക്കുക. അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ പറയും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ്. എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? അപ്പൊ നമുക്ക് കുറച്ചധികം ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ഓരോന്ന് പറയാം. ഫസ്റ്റ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? SSLC ആണ് അല്ലെ? ഫസ്റ്റ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കോഴ്സ്, തത്തുല്യമായിട്ടുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇക്വലന്റ് ആണെങ്കിൽ അതും. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഏത് ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും? ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും. ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസിൽ തന്നെ 2 ലൈസൻസ് ഉണ്ടായിരിക്കും. ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടി വരും. ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിളിന്റെയും ഗുഡ്സ് വെഹിക്കിളിന്റെയും ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടി വരും. ഹെവി പാസഞ്ചർ ഉണ്ടാവും, ഹെവി ഗുഡ്സ് ഉണ്ടാവും. ആദ്യ കാലങ്ങളിൽ നമ്മളെ ലൈസൻസ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. HP, MV, HG, MV എന്നിങ്ങനെ കൊടുത്തിരുന്നത്. ഇപ്പൊ നമുക്ക് നോൺ ട്രാൻസ്പോർട്ട് എന്നാണ് കൊടുക്കുന്നത് അല്ലെ? ട്രാൻസ്പോർട്ട് ലൈസൻസ് എന്നായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. സോ എന്തായാലും ഗുഡ്സ് വാഹനങ്ങൾ ഓടിക്കുന്ന ഹെവി ഗുഡ്സ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസും അതേപോലെ ഹെവി പാസഞ്ചർ വാഹനം ഓടിക്കാനുള്ള ലൈസൻസും ഇതിന് വേണ്ടി വരും. ദെൻ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ടാവും, 3 years എൻഡോഴ്സ്മെന്റ് കൂടി ഉണ്ടാവും. അതായത് ഈ ലൈസൻസ് എടുത്ത് ഇന്നലെ ലൈസൻസ് എടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ ഒരു ദിവസം മുന്നേ ലൈസൻസ് എടുത്ത ആളുകൾക്ക് മിക്കവാറും പറ്റണമെന്നില്ല. നോർമലി 3 years എൻഡോഴ്സ്മെന്റ് പറയാനുള്ള സാധ്യത ഉണ്ട്. അത് ഈ ഒരു ലൈസൻസിൽ നമ്മളുടെ ലൈസൻസിൽ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കണം. അതായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കറിയാം നമുക്കൊരു ഹെവി എടുക്കുന്ന സമയത്ത് മിനിമം ഒരാൾക്ക് 18 വയസ്സിൽ ഫസ്റ്റത്തെ ലൈസൻസ് എടുത്തു അല്ലെ, LMV എടുത്തു, 2 വർഷം കഴിഞ്ഞേക്കിന് 20-ൽ ഹെവി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 3 വർഷം എൻഡോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 23 വയസ്സെങ്കിലും ആയിരിക്കണം. ഒരു 23 വയസ്സിന്റെ മുകളിലുള്ള ആളുകളായിരിക്കും ഇത് എഴുതാൻ ഈ ലിസ്റ്റിൽ സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 3 വർഷത്തെ എൻഡോഴ്സ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രീവിയസ് നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്ന വീഡിയോയിൽ അത് ഉൾപ്പെടുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് പിന്നെ ബേസിക്കലി അടുത്തൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് അല്ലെ? ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് അതായത് നമുക്ക് നോർമലി വേണ്ട ഫിറ്റ്നസ്, അത് നമ്മൾ ഹൈറ്റ് പറയുന്നത് 165 ആണ്. SC/STക്ക് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. 165, ചെസ്റ്റ് 81 അല്ലെങ്കിൽ 83. നോർമലി 83 ആണ് എക്സൈസിൽ വരാറുള്ളത്. ചെസ്റ്റ് 83 സെന്റിമീറ്റർ വിത്ത് 4 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ആണ് എക്സൈസിൽ വരാറുള്ളത്. പക്ഷെ ചില പോസ്റ്റുകൾക്ക് നമ്മളെ ഇതേപോലുള്ള യൂണിഫോം പോസ്റ്റുകൾക്ക് 81 സെന്റിമീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലും വരാറുണ്ട് മിനിമം. അപ്പൊ ഞാൻ ഒരു 81 അല്ലെങ്കിൽ 83 ചെസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ കൊടുക്കാൻ കാരണം ചില സമയങ്ങളിൽ മാറ്റം വരാറുണ്ട്. എക്സൈസിൽ ഇതിന് മുന്നേ വന്നപ്പോൾ 83 ആയിരുന്നു, അതേപോലെ 4 സെന്റിമീറ്റർ ആയിരുന്നു കേട്ടോ. സോ ഇതായിരിക്കും ചെസ്റ്റ് എക്സ്പാൻഷനും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല ആളായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കണ്ണ് 6/6 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും. അതേപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് അത് നമ്മൾ നോർമലി ഈ ഒരു വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ തന്നെ അതിന്റെ PSCയുടെ നമ്മൾ നോട്ടിഫിക്കേഷനിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഒരു ഫോർമാറ്റ് പ്രിന്റ് ചെയ്ത് നമ്മൾ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് വേണ്ടത്. വേറൊരു മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആയിട്ടുണ്ടാവില്ല, ഇത് നമ്മൾ ഹാജരാക്കുകയാണ് വേണ്ടത്. സോ ഇതാണ് ഇതിന്റെ ബേസിക് അല്ല ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഈ നെക്സ്റ്റ് ഏറ്റവും ആളുകൾ അടുത്തായിട്ട് നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു സംഭവം എന്തായിരിക്കും? സിലബസ്. എന്തായിരിക്കും ഇതിന്റെ സിലബസ്? ഞാനിതിനെ 2 എണ്ണമായിട്ടാണ് പറയുന്നത്. അതായത് പ്രീവിയസ് സിലബസും എക്സ്പെക്റ്റഡ് സിലബസും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ഇതിന് പ്രീവിയസ് ആയിട്ട് കാണുന്ന നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഇതുകൂടി പറയാൻ പോകുന്നുണ്ട്. എന്തായാലും പ്രീവിയസ് സിലബസ് എന്തായിരുന്നു? 50 മാർക്കിന് GK, 50 മാർക്കിന് നോർമലി നമ്മളുടെ GK പ്ലസ് 50 മാർക്ക് ഡ്രൈവിംഗ്. ഇതായിരുന്നു അല്ലെ? 50 മാർക്ക് ഡ്രൈവിംഗ് റിലേറ്റഡ് ടോപ്പിക്സ്. ഇതായിരുന്നു നമ്മളുടെ പ്രീവിയസ് സിലബസ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എക്സാം ഇപ്പോൾ അടുത്ത് എഴുതിയിട്ടുണ്ടാവും ഡ്രൈവർ കം OA അല്ലെ? ഡ്രൈവർ കം OA എഴുതണം. ഡ്രൈവർ കം OAക്ക് എന്താണോ സിലബസ് ഉണ്ടായിരുന്നത് അതേ സിലബസ് തന്നെ. ഡ്രൈവർ കം OAന്റെ സിലബസ് വന്നോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. 50 മാർക്ക് ഡ്രൈവിംഗ് എന്നേ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ. അതിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് അനാലിസിസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായില്ലേ? മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ടായിരിക്കും, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ടായിരിക്കും, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ടാവും, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ ബേസിക്സ് ഉണ്ടായിരിക്കും അല്ലെ? കഴിഞ്ഞ തവണ നടന്ന OAന്റെ എക്സാമിൽ ഏകദേശം 25ഓളം പകുതിയോളം ക്വസ്റ്റ്യൻസ് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലെ? വാഹനവുമായി ബന്ധപ്പെട്ടതും വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഡ്രൈവർ കം OAയിൽ. സോ ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് സിലബസ് എന്ന് പറയുന്നത്. ഇനി എക്സ്പെക്റ്റഡ് സിലബസ്, ഇൻ കേസ് സിലബസിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇതായിരിക്കണം ഇതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്.
ഇൻ കേസ് സിലബസിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇതിലൊരു സംഭവം കൂടി എക്സ്ട്രാ കയറും. എന്തായിരിക്കും എക്സ്ട്രാ കയറുക? നമ്മളുടെ പോലീസ് ഡ്രൈവർ എക്സാം നടന്ന സമയത്തും ഫയർമാൻ ഡ്രൈവർ എക്സാം നടന്ന സമയത്തും പ്രിസൺ ഡ്രൈവർ എക്സാം നടന്ന സമയത്തും എക്സ്ട്രാ കയറിയ ഒരു സംഭവം ഉണ്ട്. എന്തായിരുന്നു? അതാത് ജോബുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് അല്ലെ, അതായത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഇതിൽ എക്സ്ട്രാ കയറും. ഇതിൽ എന്തായിരിക്കും ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്? എന്തായിരിക്കും ജോബ് റിലേറ്റഡ്? എക്സൈസിലോട്ടാണ് വിളിക്കുന്നത്, എക്സൈസ് ഡ്രൈവർ ആണ്. സോ എക്സൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് കയറും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാർക്കിന്റെ ക്രൈറ്റീരിയ ഒന്ന് മാറും. എങ്ങനെ മാറും? 50 മാർക്ക് നമ്മളുടെ GK അല്ലെ, നമ്മൾ നോർമലി പറയുന്ന പോലെ 50 മാർക്ക് GK പ്ലസ് ഒരു 20 മാർക്ക് ആയിരിക്കും എന്തുണ്ടാകുക? എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കയറാം. എക്സൈസുമായി ഉറപ്പിച്ച് പറയുന്നില്ല, നമുക്ക് സിലബസ് കൺഫർമേഷൻ ഒക്കെ വരുന്ന സമയത്തെ നമുക്ക് സിലബസ് വരുള്ളൂ, ആ സമയത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 20 മാർക്കിന് അവിടെ കയറിയിട്ട് ഡ്രൈവിംഗ് എത്ര മാർക്കായിട്ട് കുറയും? 30 മാർക്ക് ഡ്രൈവിംഗ് ആയി കുറയും. കാരണം കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള എക്സൈസിന് ശേഷം വന്നിട്ടുള്ള പുതിയ എക്സാമുകളൊക്കെ യൂണിഫോം പോസ്റ്റുള്ള എല്ലാ എക്സാമുകളും, പോലീസ് ഡ്രൈവർ ആയിക്കോട്ടെ, ഫയർമാൻ ഡ്രൈവർ ആയിക്കോട്ടെ, പ്രിസൺ ഡ്രൈവർ ആയിക്കോട്ടെ, ഈ എക്സാമുകളിലൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ നമ്മൾ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് കയറിയിട്ടുണ്ട്. സോ ഇതിലും ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് കയറാനുള്ള സാധ്യത ഉണ്ട്. ഇനി അതല്ല പഴയ സിലബസ് പ്രകാരം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം അല്ല, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എക്സൈസ് കയറുന്നുണ്ടെങ്കിൽ ഒരു 20 മാർക്കിന് നമ്മൾ പോലീസിന്റെ എക്സാം എഴുതിയ ആളുകൾ പോലീസ് ആക്റ്റും അതേപോലെ തന്നെ നമ്മുടെ പുതിയ ആക്ടുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫയർമാൻ എഴുതിയ ആൾക്കാർ ഫയറും ഫസ്റ്റ് എയ്ഡും ഒക്കെ പുതിയ വന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പ്രിസൺ വകുപ്പ്, ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, RTA എല്ലാം പഠിച്ചിട്ടുണ്ട്. സോ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യേണ്ടി വരും? എക്സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. എക്സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, NDPS ആക്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അതുകൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ പഠിക്കേണ്ടി വരും. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ്. ഇൻ കേസ് സിലബസിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആകാനാണ് കൂടുതൽ ചാൻസ് എന്ന് നമുക്ക് പറയാം. ഉറപ്പിച്ച് പറയുന്നില്ല, നമുക്കത് ഫൈനലായിട്ട് നമുക്ക് പറയാൻ കഴിയൂല. എന്തായാലും സിലബസ് വരുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഒരു അവയർനെസ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ്, ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൂടുതലൊന്നുമില്ല, ചെറിയ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ആയിട്ട് നടന്നത് എന്ന് പറഞ്ഞാൽ 405 അല്ലെ, 405/2021 എന്നുള്ള കാറ്റഗറിയിൽ 405ഉം 406ഉം നടന്നിരുന്നു കേട്ടോ. 406 ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം പാർട്ട് 1 ആയിട്ടും ഇത് പാർട്ട് 1 ആയിട്ടും ഇത് പാർട്ട് 2 ആയിട്ടും ബൈ ട്രാൻസ്ഫർ കൂടി ഇതിന്റെ കൂടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ എക്സാം നടന്നത് 2022 സെപ്റ്റംബർ 5-ാം തീയതി. 2022 സെപ്റ്റംബർ 5-ാം തീയതിയാണ് എക്സാം നടന്നത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. എത്രയാണ് ഇതിന്റെ കട്ട് ഓഫ് വന്നത്? കാരണം അതിൽ നമ്മുടെ സിലബസ് എന്തായിരുന്നു? 50% ഡ്രൈവിംഗ് റിലേറ്റഡും 50% GKയും അതായിരുന്നു നമ്മുടെ സിലബസ് അല്ലെ. എക്സാം നടക്കുമ്പോൾ ഈ ഒരു ഡേറ്റിൽ എക്സാം നടക്കുന്ന സമയത്തുള്ള സിലബസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൽ വന്ന കട്ട് ഓഫ്, നമുക്ക് എല്ലാ ജില്ലന്റെയും കട്ട് ഓഫ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോന്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ആ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ എല്ലാ ജില്ലന്റെ കട്ട് ഓഫ് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി വിട്ടിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എല്ലാ ജില്ലയും, കാസർഗോഡ് വരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിന്റെ കട്ട് ഓഫും ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ എടുക്കാം. ഞാൻ അത്രയും വലിച്ചു നീട്ടുന്നില്ല, എങ്കിലും ഇതിൽ ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാം പോയി കിടക്കുന്നത് എവിടെ നോക്കൂ? അറൌണ്ട് 60+ ആണ് പോയി കിടക്കുന്നത് അല്ലേ? 60+ അല്ലേ? 60 എന്ന് പറയാൻ പറ്റില്ല, 63, 62, 63 അല്ലെ, ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പൊ 60+ കട്ട് ഓഫ് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. പിന്നെ എക്സൈസിന്റെ ടോപ്പിക് കൂടി കയറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 60 തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ്. പോലീസ് ഡ്രൈവർ എക്സാമും ഫയർമാൻ ഡ്രൈവർ എക്സാമും പ്രിസൺ ഡ്രൈവർ എക്സാം ഒക്കെ എഴുതിയ നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ GKയിൽ മാക്സിമം എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു GKയിലും കൂടി ഉള്ള കൂടുതൽ മാർക്ക് മേടിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കട്ട് ഓഫ്, ഈ നിൽക്കുന്ന കട്ട് ഓഫിനേക്കാളും വലിയൊരു കട്ട് ഓഫിലേക്ക് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റും അല്ലെ? ഈ കട്ട് ഓഫ് ഒക്കെ ആരാ പൊക്കണത്? PSC അല്ല പൊക്കണത്. കട്ട് ഓഫ് ഒക്കെ പൊക്കണത് നമ്മൾ തന്നെയാണ്. നമ്മൾ നല്ലോണം പഠിക്കുന്നു, കൂടുതൽ ആളുകൾ പഠിക്കാനും ഈ മേഖലയിലോട്ട് വരുന്നു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി പൊങ്ങുന്നു അല്ലെ? സോ ഈ നിങ്ങൾ പറയാനുള്ളത്, പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡ്രൈവർ ബാച്ചിലോട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി CCയിൽ നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്ക് എന്താണ് ഡ്രൈവറിന്റെ ബാച്ചസ് സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഡ്രൈവർ ആയാലും ഫയർമാൻ ഡ്രൈവർ ആയാലും ഡ്രൈവർ കം OA ആയാലും എല്ലാം നിങ്ങൾ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും. ക്ലാസ്സസ് ഓൾറെഡി യൂട്യൂബിൽ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് ഈ ചാനൽ തന്നെ അവൈലബിൾ ആണ്.
സോ ഇതേപോലെ തന്നെ നമ്മൾ എക്സസൈസിൻ്റെയും ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നാലുടൻ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഇതേപോലെ ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ മുന്നോടിയായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ള ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എക്സാം എഴുതുന്ന സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.